ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി ചുമതലയേറ്റതിൻ്റെ പിന്നാലെ എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ പെരുമഴയാണ്. അദ്ദേഹം അനവധി ഭരണപരിഷ്കാരങ്ങൾ ഇത്തരം ഉത്തരവുകളിലൂടെ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെത്രണ്ണം യഥാർത്ഥത്തിൽ നടപ്പാവും എന്ന് നമുക്കറിയില്ല. മെക്സിക്കോയിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കുന്നു. ഇന്ത്യക്കാരടക്കമുള്ള അനധികൃത കുടിയേറ്റക്കാരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നു. പാലസ്തീനിൽ നിന്ന് ഈ പാലസ്തീൻകാരോട് കുടിയൊഴിഞ്ഞു പോകണം, അവരൊന്നുകിൽ ജോർഡാനിലേക്ക് അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് പോകണം എന്നൊക്കെ അദ്ദേഹം ഉപദേശിക്കും. അതല്ലെങ്കിൽ അവർ ഇന്തോനേഷ്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് കുറേ സ്ഥലം വാങ്ങി അങ്ങോട്ട് നാട് കടത്താൻ ആലോചിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ ഉത്തരവുകളും തീരുമാനങ്ങളുമാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഈ ബംഗ്ലാദേശിനുള്ള സകല സാമ്പത്തിക സഹായവും അമേരിക്ക റദ്ദാക്കുന്നു, അവരുമായുള്ള എല്ലാ കരാറുകളും അസ്ഥിരപ്പെടുത്തും എന്ന തീരുമാനം. അത് ആദ്യം ചാനലിൽ കണ്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ അതിൻ്റെ ഓർഡർ തന്നെ വായിച്ചപ്പോൾ സംഗതി കൃത്യമാണ്. ഇനി മേലിൽ ബംഗ്ലാദേശിൽ അമേരിക്കയിൽ നിന്ന് ഒരൊറ്റ ഡോളറോ അല്ലെങ്കിൽ ഷില്ലിങ്ങോ പെൻസോ ഒന്നും കൊടുക്കുകയില്ല എന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷയ്ക്കുള്ള സഹായമോ ഇനി മേലിൽ നൽകുന്നതല്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ തീരുമാനം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും പറഞ്ഞിട്ടില്ല. അമേരിക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു, ഇനി കൊടുക്കുന്നതല്ല എന്ന് തീരുമാനിച്ചു. ബംഗ്ലാദേശിന് ഒരു അവകാശം എന്ന രീതിയിൽ ഇത് ചോദിച്ചു വാങ്ങാനും പറ്റുകയില്ല. ലോകത്ത് മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിൽ പലർക്കും അമേരിക്കയുടെ സഹായവുമുണ്ട്. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തിന് അവിടെ പണ്ട് വലിയ ദാരിദ്ര്യമായിരുന്നു, കഷ്ടപ്പാടായിരുന്നു. പിന്നെ അവരുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ സാമാന്യമായിട്ട് പച്ച പിടിച്ചു ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് കീഴിൽ. ഹസീന വലിയ ഏകാധിപതിയായിരുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നതെങ്കിലും അവരുടെ ഭരണത്തിന് കീഴിലാണ് ഈ രാജ്യം ഒരുമാതിരി സാമ്പത്തിക സുരക്ഷ നേടിയത്. അതിന് പല കാരണങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്നാമത് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ബംഗ്ലാദേശുകാർ നാട്ടിലേക്ക് അയക്കുന്ന പൈസ, പിന്നെ ഈ കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകളുടെ പ്രവർത്തനം വളരെ ഫലപ്രദമായിട്ട് നടന്നു. മൈക്രോ ഫിനാൻസ് സംവിധാനങ്ങൾ ഫലപ്രദമായിട്ട് നടപ്പാക്കി. പിന്നെ ബംഗ്ലാദേശിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയാണ്. ആളുകൾക്ക് ആവശ്യങ്ങൾ കുറവാണ്. മിക്കവാറുമൊക്കെ സ്വയം സംതൃപ്തമായ ഗ്രാമങ്ങളാണുള്ളത്. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ 2020-22 കാലത്ത് വലിയ കൊറോണ പോലെയുള്ള മഹാമാരി ഉണ്ടായിട്ടും സമീപത്തുള്ള മറ്റ് പല രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് ആടി ഉലഞ്ഞ് തകർന്ന് തരിപ്പണമായപ്പോഴും, ശ്രീലങ്കയിൽ വലിയ സാമ്പത്തിക തകർച്ചയുണ്ടായപ്പോഴും, പാകിസ്ഥാൻ കുത്തുവാളെടുത്തപ്പോഴൊക്കെ ബംഗ്ലാദേശ് പിടിച്ചത്. കാരണം അവിടുത്തെ സമ്പദ് വ്യവസ്ഥ സാമാന്യം സ്വയം പര്യാപ്തത നേടിയതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയും ഒരു പരിധിവരെ പിടിച്ചു, ബംഗ്ലാദേശ് സാമാന്യമായിട്ട് പിടിച്ചു. അതിനുശേഷമാണ് അവിടെ ഈ പ്രതിവിപ്ലവം എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു ആഭാസം നടപ്പായത്. മുഹമ്മദ് യൂനിസിനെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭരണം പിടിച്ചെടുത്തു. ജമാഅത്തെ ഇസ്ലാമി പിടിച്ചെടുത്തതിന് ശേഷം അവരുടെ സമ്പദ് വ്യവസ്ഥ കുറച്ച് കുഴപ്പം പിടിച്ച അവസ്ഥയിലാണ് പോകുന്നത്. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സഹായം പഴയ പോലെ കിട്ടുന്നില്ല. വൈദ്യുതി ബില്ലിൽ വലിയ കുടിശ്ശികകളുകൊണ്ട് അദാനി ബംഗ്ലാദേശിലേക്കുള്ള ഫ്യൂസ് ഊരും എന്ന രീതിയിൽ നിൽക്കുകയാണ്. പിന്നെ ബംഗ്ലാദേശ് സാമ്പത്തിക സ്ഥിതി, ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥ സ്വാഭാവികമായിട്ടും കുഴപ്പത്തിലാവും. അത് അവിടെയും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ വെള്ളിടി പോലെ അമേരിക്ക സകല സഹായവും ഒറ്റയടിക്ക് നിർത്തിവെച്ചത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കുത്തിത്തിരിപ്പുകൊണ്ടാണെന്ന് പറയുന്നവരുണ്ട്. അതല്ല, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുമല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലെ രാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഭരണം പിടിച്ചുകൊണ്ടാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനേക്കാളൊക്കെ എത്രയോ തല്ലിപ്പൊളികൾ പാകിസ്ഥാൻ ഭരിക്കുന്ന കാലത്ത് അവർക്ക് സകലവിധ സഹായങ്ങളും ചെയ്തു, പണം കൊടുത്തു, ആയുധം കൊടുത്തൊക്കെ സഹായിച്ചു. അത്ര വലിയ അക്രമമൊന്നും ഒരു കാലത്തും ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ ആലോചിക്കുമ്പോൾ ബംഗ്ലാദേശ് ഇപ്പോഴും സ്വർഗമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിനേക്കാളും മോശപ്പെട്ട പല രാജ്യങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഈ സാമാന്യം ദരിദ്രമായ അല്ലെങ്കിൽ ആടി ഉലയുന്ന സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യം അമേരിക്കയിൽ നിന്നുള്ള സഹായം കൂടി ഒറ്റയടിക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, ഇങ്ങനെ സാമ്പത്തിക സഹായം പിൻവലിക്കുന്നതോടുകൂടി ബംഗ്ലാദേശിലെ ഗുണ്ടകളായ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവർ അക്രമം നിർത്തും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു കാരണവശാലും നിർത്തുകയില്ല എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി കൂടുതൽ പരിതാപകരമാകാനുള്ള സാധ്യതയും കൂടിയുണ്ട്. ട്രംപ് എന്ത് ഉദ്ദേശിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. അതും ഇനി 7ാം കപ്പൽപ്പട അയച്ച് ചിറ്റഗോങ്ങിലോ അല്ലെങ്കിൽ ഡാക്കയിലോ ഉള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരെ മുഴുവനും കശാപ്പ് ചെയ്യാനുള്ള പരിപാടിയുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും
പുള്ളി ആലോചന കൂടാതെയാണ് മിക്കവാറും തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന കാര്യം ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള കാര്യം പടച്ചവന് മാത്രമേ അറിയാവൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.